ചെയ്യണമെങ്കിൽ എനിക്ക് ഓട്ടോ പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ ഓട്ടോ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഓട്ടോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒന്നും നേരെയാകാൻ പോകുന്നില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, അതിനകത്ത് ഒരാൾ പറഞ്ഞിരിക്കുന്നതാണ് ബുക്ക് റെഫർ ചെയ്തിട്ട് പറയാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റെഫറൻസിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഈ പറയുന്നൊരു എക്സ്പീരിയൻസ് ആണ്, അത് വിത്ത് റെഫറൻസ് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ അല്ലെന്ന് വിചാരിക്കേണ്ട. ഇതിൻ്റെയൊക്കെ മിസ്റ്റ് പിടിച്ചതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ മിസ്റ്റ് പോകില്ല. 100%. ഫ്രണ്ടിലും അകത്തും നമ്മൾ തുടച്ചു കഴിഞ്ഞാലും ആ മിസ്റ്റ് പോകുന്നില്ല. ഇത് ഗ്ലാസിൻ്റെ ഇടയ്ക്ക് പിടിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് മാറാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ യൂസ് ചെയ്യുന്ന പലരുടെയും സംശയമാണ് ഈ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ടും മിസ്റ്റ് പോകുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മാനുവൽ ക്ലൈമറ്റ് കൺട്രോളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഒരുപാട് പേർക്ക് സംശയമുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത്. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ AC ഓഫ് കണ്ടീഷനാണ്. അത് ഓൺ ചെയ്യണമെങ്കിൽ എനിക്ക് ഓട്ടോ പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ ഓട്ടോ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഓട്ടോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒന്നും നേരെയാകാൻ പോകുന്നില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം വാഹനം ഞാൻ വെയിലത്താണ് ഇട്ടിരിക്കുന്നത്. ഈ വാഹനം ഇത്രയും വെയിലുള്ള സമയത്ത് എനിക്കിത് ഏറ്റവും കൂളാക്കണം, അതായത് മാക്സിമം കൂളാക്കണം. അന്നേരം ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ടെമ്പറേച്ചർ ഏറ്റവും ലോ കണ്ടീഷൻ, അതായത് ലോയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അതിനുശേഷം ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, അത്യാവശ്യം കൂളിംഗ് ആയി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബ്ലോവർ സ്പീഡ് കുറയ്ക്കാം. ബ്ലോവർ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ മോഡ് കട്ടാവും. ഇനി ഓട്ടോ മോഡ് കട്ടാവേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ടെമ്പറേച്ചർ കയറ്റി ഇട്ടാൽ മതി. ടെമ്പറേച്ചർ കയറ്റിയാൽ ബ്ലോവർ സ്പീഡ് കുറയും. പക്ഷേ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി വേണമെന്നുണ്ടെങ്കിൽ പലരും കമൻറ്റ് കൊടുക്കുന്ന കാര്യം, അതായത് പലരും നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്ന, നിനക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കമൻറ്റ് ഇടുന്ന ആൾക്കാരോട് ഞാൻ ഒന്ന് പറയുകയാണ്. ബാക്കിയുള്ളവർക്ക് അറിയാം, ഒന്നുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല. വാഹനത്തിൻ്റെ ബ്ലോവർ സ്പീഡും ഫ്യൂവൽ എഫിഷ്യൻസിയുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. അവരും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വായിച്ചായിരുന്നു. എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുള്ളതുകൊണ്ടാണ് നടക്കാതെ പോകുന്നത്, ക്ഷമിക്കുക. അതിനകത്ത് ഒരാൾ പറഞ്ഞിരിക്കുന്നതാണ് ബുക്ക് റെഫർ ചെയ്തിട്ട് പറയാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റെഫറൻസിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഈ പറയുന്നൊരു എക്സ്പീരിയൻസ് ആണ്, അത് വിത്ത് റെഫറൻസ് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ അല്ലെന്ന് വിചാരിക്കേണ്ട. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോസ് പോയി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റെഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സംഭവം ഇത്രയേ ഉള്ളൂ. എങ്ങനെ വാഹനത്തിൻ്റെ ബ്ലോവർ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ മൈലേജ് കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലോവർ സ്പീഡ് കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ ഇവാപ്പറേറ്റർ അസംബ്ലി, അതായത് നമ്മുടെ AC കൂളിംഗ് വരുന്ന യൂണിറ്റ്, അതായത് AC കൂളിംഗ് കോയിലിൽ നിന്നാണ് ഈ തണുപ്പിനെ ബ്ലോവർ വലിച്ചെടുക്കുന്നത്. ഈ കൂളിംഗ് കോയിലിൻ്റെ തണുപ്പ് കുറയുന്നതിനനുസരിച്ചാണ് AC കംപ്രസറിന് ഇത് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇവിടെ തണുപ്പ് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ കൂടുതൽ നേരം AC കംപ്രസർ വർക്ക് ചെയ്യും. ഒരു 3 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്ക് AC കംപ്രസർ കട്ട് ഓഫ് ആവും. പിന്നീട് ഏകദേശം ഒരു 5 തൊട്ട് 6 ഡിഗ്രി ആകുമ്പോഴത്തേക്കും പിന്നെയും AC കംപ്രസർ ഓൺ ആകും. ഇവാപ്പറേറ്ററിൽ ഒരു 6 ഡിഗ്രി ആകുന്നവരെ. അപ്പോൾ ഒരു 3 ആയി കഴിഞ്ഞ് 3-ൽ നിന്നും 6-ലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ AC-യുടെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ബ്ലോവർ സ്പീഡ് കൂട്ടിയാൽ പെട്ടെന്ന് കൂളിംഗ് കോയിലിൽ നിന്ന് വലിച്ചെടുക്കും. അതായത് നമ്മുടെ വാഹനത്തിലെ ക്യാബിൻ ടെമ്പറേച്ചർ കൂളിംഗ് കോയിലിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതിലേ വലിച്ചെടുക്കുമ്പോൾ ഈ തണുപ്പിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതായത് ഇതിൻ്റെ അപ്പുറത്തൂടെ കയറി ആ തണുപ്പിനെ ഇങ്ങോട്ട് വലിച്ചു കഴിയുമ്പോൾ ഇവിടെ തണുപ്പ് കുറയുകയാണ് ചെയ്യുന്നത്. 3 എന്നുള്ളത് നേരെ 4 ആയി 5 ആയി 6 ആകുമ്പോഴത്തേക്കും കംപ്രസർ ഓൺ ആവും. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും, ചിലപ്പോൾ കംപ്രസറിന് കട്ട് ഓഫ് ഉണ്ടാകത്തില്ല. അങ്ങനെയാണ് മൈലേജിന് വ്യത്യാസം വരുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല ഇവിടെ മൈലേജിന് വ്യത്യാസം വരാനുള്ളൊരു കാര്യം. അത് പറഞ്ഞയാൾ ആരാന്നുള്ളത് പുള്ളിക്ക് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ. ഉറപ്പായിട്ടും ഞാൻ കമൻസിന് റിപ്ലൈ തന്നോളാം. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ വീഡിയോസിൽ ഞാനത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഞാൻ ആ ഒരു വിഷയം മാറിപ്പോയതിന്. അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓട്ടോ ഇട്ടു 18 ഇട്ടു. ഇത് നോർമലി രാവിലെ സമയങ്ങൾ അല്ലെങ്കിൽ ഒരു ഉച്ച സമയം 4-5 മണി വരെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ പോകാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വൈകിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത്, അതായത് ഏകദേശം ഒരു 6 മണിക്ക് ശേഷം യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്തൊക്കെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സുകളിലും റൈറ്റ് ലെഫ്റ്റ് ബാക്ക് സൈഡിലെ ഗ്ലാസ്സിലെല്ലാം മിസ്റ്റ് പിടിക്കുന്നത്. അന്നേരം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓട്ടോ ഇടുന്നതിന് പകരം നേരെ നിങ്ങളുടെ ക്ലസ്റ്റർ മീറ്ററിൽ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത്, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം 32 ഡിഗ്രി സെൽഷ്യസ് ആണ് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ രാത്രി ആകുമ്പോഴത്തേക്കും കുറയും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. 32 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത് എത്രയാണ്? ഒരു ഏകദേശം 32 ആണെങ്കിൽ ഒരു 4 ഡിഗ്രി കുറയ്ക്കുന്നത് പോലെ 37, 38, 39, 40 27, 28, 29, 30, 31, 32 ഒരു 5 അല്ലെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസ് കുറച്ചിടുക. രാത്രി ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 26 ആണെന്നുണ്ടെങ്കിൽ അതിൽ 4 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ കുറച്ചിടുക. അതിനുശേഷം ഓട്ടോ ഇട്ടാലും കുഴപ്പമില്ല. ടെമ്പറേച്ചർ അനുസരിച്ച് വേണം, അതായത് നിങ്ങളിടുന്ന ടെമ്പറേച്ചർ അനുസരിച്ച്
ബ്ലോവർ സ്പീഡ് മാറിയും മറിഞ്ഞും ഇരുന്നോളൂ. അതുകൊണ്ട് ബ്ലോവർ സ്പീഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ടെമ്പറേച്ചർ കൃത്യമായിട്ട്, അതായത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നോക്കിയിട്ട് അതിലൊരു 4 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും കുറച്ച് നിങ്ങളുടെ വാഹനത്തിൽ സെറ്റ് ചെയ്താൽ ഒരു കാരണവശാലും മിസ്റ്റ് പിടിക്കില്ല. പിന്നെ ഇത് എപ്പോൾ ചെയ്യണമെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. മിസ്റ്റ് പിടിച്ചതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ മിസ്റ്റ് പോകില്ല, 100%. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അന്നേരം ഇവിടെ സെറ്റ് ചെയ്തോണം. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 26 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 4 ഡിഗ്രി സെൽഷ്യസ് കുറച്ച് വെച്ചോളൂ. പക്ഷേ ഈ 26 എന്നുള്ളത് കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്കും 25, 24 മാറിയാൽ അതിനനുസരിച്ച് ഇവിടെയും കുറച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ മിസ്റ്റ് പിടിക്കും. മിസ്റ്റ് പിടിക്കുമ്പോഴല്ല ഇത് മാറ്റാൻ നോക്കേണ്ടത്, മിസ്റ്റ് പിടിക്കുന്നതിന് മുമ്പ് മാറ്റാൻ ശ്രമിച്ചോണം, അല്ലെങ്കിൽ പണി കിട്ടും, നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും. ഇനി ഇതൊന്നും അല്ലാതെ ഒരു കാര്യം കൂടി കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് വിൻഷീൽഡ് ഗ്ലാസ്സിൽ നമ്മൾ നല്ല മഴയുള്ളപ്പോൾ ഈ വാഹനം പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനുശേഷം, അതായത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഈ വാഹനം എടുക്കാൻ വേണ്ടി വന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഗ്ലാസ് മുഴുവൻ മിസ്റ്റാണ്. എങ്ങനെയൊക്കെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്താലും ഒരു കാരണവശാലും നമ്മുടെ ഈ മിസ്റ്റ് പോകുന്നില്ല. ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വാഹനത്തിൻ്റെ AC ഓൺ ആക്കുക. AC ഓൺ ആക്കിയതിന് ശേഷം ഈ ഫ്രണ്ട് മോഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഫ്രണ്ട് മോഡ് ഓൺ ചെയ്തിട്ട് ഹീറ്റ് ഫുള്ളാക്കി ഇടുക. ഇങ്ങനെ ഹീറ്റ് ഫുള്ളാക്കി ഇടണം. അത് ഇടേണ്ട സാഹചര്യമാണ് ഞാൻ ഈ പറഞ്ഞ മഴ നനഞ്ഞ് വാഹനം നല്ല തണുത്ത് ഒരു രക്ഷയില്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് AC ഇട്ട് കഴിഞ്ഞാൽ ആ മിസ്റ്റ് പോകത്തില്ല. പക്ഷേ ഫുള്ള് ഹീറ്റാക്കി ഏറ്റവും സ്പീഡ് കൂട്ടിയിട്ട് ഹീറ്റാക്കി ഒരു മിനിറ്റെങ്കിലും ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഗ്ലാസ്സുകളെല്ലാം ഒന്ന് മിസ്റ്റ് മാറി തുടങ്ങും. അന്നേരം നിങ്ങൾ ചെയ്യേണ്ട ടെമ്പറേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ഔട്ട്സൈഡിലെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കി അതിനനുസരിച്ച് കുറച്ചിടുക, സ്പീഡ് കുറയ്ക്കുക, ഫ്രണ്ട് എന്നുള്ളത് മാറ്റുക. ഫ്രണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ മാനുവലാണെങ്കിൽ ഡീഫോഗർ മോഡിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നത് തിരിച്ച് നമ്മുടെ ഫേസിലോട്ട് കൊണ്ടുവയ്ക്കുക. ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ പറഞ്ഞൊരു പ്രശ്നം മാറും. ഇങ്ങനെ ഈ ഫ്രണ്ടിൽ മിസ്റ്റ് പിടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഗ്ലാസ് ഇട്ടാലോ ഇവിടെ തുടച്ചാലോ ഗ്ലാസിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു മിസ്റ്റ് പിടിച്ച പോലെ നമുക്കൊരു ഫീൽ ചെയ്യുന്നത്. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഫ്രണ്ടിലും അകത്തും നമ്മൾ തുടച്ചു കഴിഞ്ഞാലും ആ മിസ്റ്റ് പോകുന്നില്ല. ഇത് ഗ്ലാസിൻ്റെ ഇടയ്ക്ക് പിടിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് മാറാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ ഹീറ്റ് ഇട്ടാൽ മാത്രം മാറത്തുള്ളൂ. ആ സമയത്ത് മാത്രം നിങ്ങൾ കഴിവതും ഹീറ്റ് ഇടാൻ നോക്കുക. പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ ഒരു രീതിക്കും മിസ്റ്റ് പിടിക്കില്ല, 100% ഞാൻ ഉറപ്പ്